കട്ട് ചെയ്യാനായിട്ടില്ല. വണ്ടി കുറച്ചെടുക്കുക, തിരിഞ്ഞു നോക്കുക, പകുതി വണ്ടി പുറത്തേക്ക് വെക്കുക, തിരിഞ്ഞു നോക്കുക, പോട്ടെ ഒന്നുകൂടി പോട്ടെ, തിരിഞ്ഞു നോക്കുക, ഒന്നുകൂടി പോട്ടെ, ഫുൾ കട്ട് ചെയ്യാം, പോട്ടെ, ഫുൾ ടേൺ പോട്ടെ. ഈ നാട്ടിലൊരു ഡ്രൈവിങ്ങിന്റെ ഒരു മൈൻഡിലേക്ക് വെക്കിങ്ങള് മതി. ഡെഫിനറ്റ് ഡ്രൈവ് ഇത് നമ്മള് ആവശ്യമില്ലാതെ ചിന്തിക്കുകയാണ്. വോയിസ് ഇട്ട് നമ്മളെന്ത് ചെയ്തു, ഡ്രൈവ് കൊറേ കൺഫ്യൂഷനായി, കൊറേ അത് ഇങ്ങനെ ഇതിങ്ങനെ. അതാണ് സത്യം പറഞ്ഞെങ്കിൽ. അവിടെ നമ്മള് റിവേഴ്സ് എടുത്തില്ലേ, പാർക്കിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് അത്രേ ഉള്ളൂ. പക്ഷെ അത്ര ഒന്നും അല്ലേ നമുക്ക് ഇത് ആലോചിക്കണ്ട. ടെസ്റ്റിന്റെ സമയത്ത് നേരെ ഓടിച്ചാൽ മതി. ടെസ്റ്റ് നമുക്ക് ഇതൊന്നും അധികം ഓടിക്കണില്ലല്ലോ. സംഭവം ടെസ്റ്റ് നമ്മൾ അധികം ഓടിക്കാൻ പോണില്ലല്ലോ. റൈറ്റ് 2 മിനിറ്റ് അല്ലേ, ഇത്ര ഉള്ളു. അതിന് മുകളിൽ ഇവിടെ ഒന്നും പഠിപ്പിക്കാനുള്ള സ്ഥലം. പഠിപ്പിച്ചു കഴിഞ്ഞല്ലേ, പഠിപ്പിച്ചിട്ടെല്ലാം കഴിഞ്ഞ് ഇവിടെ നിർത്താൻ പാടുമോ? ഇവിടെ നിർത്താൻ പാടില്ല, സ്ലോ ആക്കിയിട്ട് നമ്മൾ നിർത്തി. അതൊരു മിസ്റ്റേക്ക്. മിസ്റ്റേക്കിന്റെ എണ്ണം കൂടുന്നല്ല, അത് വണ്ടി ഓടിച്ച് വരുമ്പോൾ കൂടും. ലൈസൻസ് കിട്ടി ഒരുപാട് കൂടും, കുറയുന്നില്ല, കൂടുന്നില്ല. അതങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതായത് ലൈസൻസ് കിട്ടി കഴിഞ്ഞ് മിസ്റ്റേക്ക് കൂടും. പഠിച്ചിട്ട് ആരോ നേരെ ഓടിക്കണ ഇവിടെ. ലൈസൻസ് കിട്ടി കഴിഞ്ഞാല് ഇവിടെ ആരോ നേരെ ഓടിക്കണേ. പിന്നൊക്കെ ഓരോരോ വഴിക്ക് ഞാൻ പറയാ. ഇപ്പൊ നമ്മള് പഠിക്കുമ്പോ നമുക്ക് കൺഫ്യൂഷൻ ഒക്കെ ആവും. ടെസ്റ്റിന്റെ സമയത്ത് ഇത്ര പണിയില്ല. അതാണ് ടെസ്റ്റിന്റെ സമയത്ത് മൈൻഡ് വെച്ചാൽ മതി. ഇത് റോങ്. അതേ ലെവലില് കറക്റ്റ് എടുത്തു. അത് ഡിസ്റ്റർബ് ആകരുത്. അത് മെല്ലെ തന്നെ കൊടുക്കുക. വണ്ടിയാണ് മൂവ് ആകുമ്പോൾ മെല്ലെ മെല്ലെ കൊടുക്കുക. അത് വണ്ടി ചാടി കൊണ്ടുപോകലാകരുത്. സ്പീഡ് മീറ്റർ സെൻട്രൽ മീറ്റർ ഇടക്കിടക്ക് നോക്കുകയാണെങ്കിൽ ആ സ്പീഡ് കറക്റ്റ് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരിക്കലും എന്താ പോണില്ല, സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആർക്കും പറ്റൂല. നമ്മൾ സ്പീഡ് കൂട്ടുതന്നെയാണ് എപ്പോഴും. പാർക്ക് ഇൻഡിക്കേറ്റർ ഇടുക, ബ്രേക്ക് ചെയ്യുക, പാർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതെന്തെങ്കിലും പോണ വണ്ടി ഇട്ടെന്നിരിക്കും മതി. സ്റ്റഡി ആക്കുക. ഇതൊന്നും ഇപ്പോൾ അവർ പറഞ്ഞുതരാൻ പോണില്ല.